ഒരു പിടി ചിക്കൻ കൊണ്ട് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് 2 പച്ചമുളകാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഒരു 5-6 അല്ലി വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഫുഡ് പ്രോസസ്സറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 4 ബ്രെഡാണ് കേട്ടോ എടുത്തത്. ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട, ബ്രെഡും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ സോയാ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും ചേർക്കുക കേട്ടോ. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രെഡ് പൊടിച്ചെടുക്കുക, പിന്നെ ചിക്കൻ അരക്കുക, പിന്നെ വെജിറ്റബിൾ അരക്കുക. അങ്ങനെ നിങ്ങളെ മിക്സിൻ്റെ ജാറിൽ എങ്ങനെയാണ് ഇതൊക്കെ കൂടി അരച്ചെടുക്കാൻ പറ്റുന്നത് അങ്ങനെ എല്ലാം അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ മിക്സിൻ്റെ ജാറിലേക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് അരച്ചെടുത്താലും മതി, എന്നാലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറിയ ബോളാക്കി എടുക്കണം. നല്ല ചെറുതല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള ബോളൊന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല പോലെ ഇട്ടൊന്നും വേണ്ട, നമുക്കൊന്ന് ഷേപ്പായിട്ട് കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഐസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇത് കേട്ടോ. ഇനിയിപ്പോൾ ഈ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ല കേട്ടോ അത് ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ആ സ്റ്റിക്ക് ഈ ബോളിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐസൊക്കെ വാങ്ങുന്ന ഒരു ഐസിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ സൗകര്യം അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. സ്റ്റിക്കിൻ്റെ ഭാഗത്തും നമ്മൾ ആ ഡോ ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഐസിൻ്റെ രൂപത്തിൽ കിട്ടും കേട്ടോ. ആ ഒരു ഐസിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഐസിൻ്റെ സ്റ്റിക്ക് എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല, എൻ്റെ അടുത്തും ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ കമ്പൊക്കെ ഉണ്ടാവുമല്ലോ, എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു കമ്പ് അല്ലേ. ഞാനിപ്പോൾ എന്താ എടുത്തതെന്ന് വെച്ചാലേ പേരക്കൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ. അതിമൊന്നൊരു കൊമ്പ് പൊട്ടിച്ചിട്ട് ഇതുപോലെ 4 പീസായി കട്ട് ചെയ്തെടുത്തിക്കുകയാണ്. ഇനി അതിന്മേണ് കേട്ടോ ഞാനിതുപോലെ എന്താ പറയുക ലോലിപോപ്പ് ഉണ്ടാക്കുന്നത്. ഇതിന് ശരിക്ക് ചിക്കൻ ലോലിപോപ്പ് എന്നും പേരുണ്ട് കേട്ടോ, ചിക്കൻ പോപ്സിക്കിൾ എന്നും പറയാം. അപ്പോൾ ഈ കമ്പും ഇതുപോലെ ചിക്കൻ ബോളാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ആ സ്റ്റിക്കിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിൽ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് 6 എണ്ണമാണ് കിട്ടിയത് നമ്മളിപ്പോൾ ഈ എടുത്ത അളവിൽ. അപ്പോൾ 6 ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് അല്ലെങ്കിൽ ഐസ് സ്റ്റിക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് കമ്പ് വെച്ചിട്ടും ചെയ്യാം, എന്നാലും നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഞാനിവിടെ 4 ബ്രെഡൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 4 എണ്ണമൊന്നും വേണമെന്നില്ല. പിന്നെ ഒരു മുട്ടയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ മുട്ടയും നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. 2 ബ്രെഡ് പൊടിച്ചെടുത്താലും മതി കേട്ടോ, അല്ല 4 ബ്രെഡ് പൊടിച്ചെടുത്തതൊക്കെ കുറേ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങുമ്പോൾ നമുക്ക് കുറേ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ലോലിപോപ്പ് ഉണ്ടല്ലോ, അത് ഈ മുട്ടയുടെ മിക്സിൽ നല്ല പോലെ മുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ ഭാഗത്ത് മുട്ടൻ്റെ മിക്സ് ആവാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കട്ടെ. അല്ലാതെ അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറേ മുട്ട എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒരു കോട്ടിങ് മാത്രം ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ ഡബിൾ കോട്ടിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ, ഫ്രീസറിലൊക്കെ ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ എണ്ണ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ വേവണം. പിന്നെ നമ്മൾ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇങ്ങനെ അരച്ചിട്ടുള്ള ചിക്കൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കണം. അപ്പോൾ കുറച്ച് സമയം മതി കേട്ടോ, തിരിച്ചും മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല പോലെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഉള്ളു വേവാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ, കാരണം ബോൺലെസ് ചിക്കൻ ആണല്ലോ. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ തന്നെ ബോൺലെസ് ചിക്കൻ വേവും. പിന്നെ നമ്മൾ അരച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ പോപ്സിക്കിൾ എന്നൊക്കെ പറയുന്ന സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇത് സ്കൂൾ വിട്ടിരുന്ന കുട്ടികൾക്ക് വൈകുന്നേരം നമ്മളത് ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ചിക്കൻ വാങ്ങുമ്പോൾ ആ ഒരു ബോൺലെസ് പീസ് ഉണ്ടല്ലോ അത് മാറ്റി വെച്ചാൽ മതിയിട്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.